ഇന്നൊരു പനീർ കറി ഉണ്ടാക്കാൻ പോവുക. അതിന് പനീർ, 2 ഉരുളക്കിഴങ്ങ്, പിന്നെ 2 തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, 2 പച്ചമുളക് വേണ്ടു, പിന്നെ കൊത്തി അരിഞ്ഞ സബോള ചെറുതാക്കി നുറുക്കിയത്, പിന്നെ മല്ലിയില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. പിന്നെ ഇത് ഈ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുക്കണം. ഇത് നോർത്ത് ഇന്ത്യൻ വെപ്പാണ് കേട്ടോ. ഇത് തക്കാളി നല്ലപോലെ അരച്ചെടുക്കുമ്പോൾ നമ്മുടെ കറിയിൽ ചെറിയൊരു പുളിപ്പുണ്ടാവും. നാടൻ തക്കാളി യൂസ് ചെയ്യാണ്ടിരിക്കാൻ നല്ലത്, അപ്പോൾ പുളിപ്പ് കൂടും. ഇനി സബോള വാട്ടാനിടാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ബ്രൗൺ കളറൊന്നും ആക്കണ്ട, ഒരുവിധം കളറാക്കി എടുത്താൽ മതി. അപ്പോൾ ഒരുവിധം കളറായി കഴിഞ്ഞു. ഇനി ഇതിൽ മുളക് പൊടി, ഇതിലിടുന്ന മുളക് പൊടി കാശ്മീരിയാണ്. 2 ടീസ്പൂണ് കാശ്മീരി പൊടി ഇട്ടു. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ ഈ തക്കാളി അരച്ചത് ഇത് ചേർക്കുക. ആവശ്യത്തിനുള്ള വെള്ളം നോക്കിയിട്ട്. തക്കാളി അരച്ചതാകുമ്പോൾ ഈ ഗ്രേവിക്കൊരു കട്ടിയും കൂടും. ഇനി ഇതിൽ ഉപ്പ് പാകത്തിനിടുക. ഉരുളൻകിഴങ്ങ് ഞാൻ ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉരുളൻകിഴങ്ങ് ഗ്രേവി കൂടി ഇട്ടിട്ടാണ് വേവിക്കുക. അത് വെന്ത് കഴിയുമ്പോഴാണ് പനീർ ഇടാറ്. ഇതിപ്പോൾ പാകത്തിനുള്ള വേവായി കഴിഞ്ഞാൽ ഇത് രണ്ടും ഒന്ന് തിളയ്ക്കല്ലേ വേണ്ടോ. പനീർ കറിയിൽ ഞാൻ വേപ്പില യൂസ് ചെയ്തിട്ടില്ല. ഉരുളൻകിഴങ്ങും പനീറിട്ട് ഇപ്പോൾ അതേ തള വരുന്നു. ഇപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് തിളയ്ക്കുക. ഒരു ഇതായിട്ടുണ്ട്. അപ്പം ഇനി അതിൽ മല്ലിയില ചേർക്കാം. വേപ്പില ചേർത്തില്ലെങ്കിൽ ഞാൻ മല്ലിയില ചേർക്കും. കുറച്ച് മസാലപ്പൊടി ഇടാം. ഇപ്പം ഈ മല്ലിയില ഇട്ടൊന്ന് തിളപ്പിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഇറക്കി വയ്ക്കാം. കറി റെഡി. പനീർ കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് അത്. അപ്പോൾ പനീർ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചപ്പാത്തിയോ പൂരിയോ പൊറോട്ടയോ എന്ത് വേണമെങ്കിലും കഴിക്കാം. അപ്പം ഞാനിവിടെ ചപ്പാത്തിയാണ് കഴിക്കുന്നത്. ഫുഡുകളൊന്നും ആരും വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല. ചപ്പാത്തി ആയാലും കറി ആയാലും എല്ലാതും പുറത്തുനിന്ന് ഓർഡർ ചെയ്യുക, വരുത്തുക, പൊതി തുറക്കുക, കഴിക്കുക. ഇതിപ്പോൾ ടേസ്റ്റ് ഉണ്ട് നോട്ടെ. സൂപ്പർ.